സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമായി. സുബോധം എന്ന പേരിലുള്ള ബോധവൽക്കരണ പരിപാടിക്ക് യുനെസ്കോയുടെ പങ്കാളിത്തവുമുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊച്ചിയിൽ നിർവഹിച്ചു. ലഹരി വിരുദ്ധ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. സുബോധം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതിൽ നിന്നുള്ള വരുമാനം ഗവൺമെന്റ് വേണ്ടെന്ന് വെക്കുമോ ഇല്ലയോ എന്നുള്ളത് 7,000 കോടി രൂപ കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യത്തിൽ അതൊരു ചെറിയ എമൗണ്ട് ആയിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, അതുമാത്രമാണ് മദ്യരഹിത കേരളത്തിന്റെ ലക്ഷ്യത്തിലെത്താൻ തടസ്സമെങ്കിൽ ആ 7,000 കോടി രൂപയും വേണ്ടെന്ന് വെക്കാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അക്രമങ്ങൾ തടയുന്ന പദ്ധതിയുടെ ഭാഗമായി യുനെസ്കോയും സംസ്ഥാന സർക്കാരിന്റെ സുബോധം പദ്ധതിയിൽ പങ്കാളികളാണ്. സുബോധം പദ്ധതിയുടെ ലോഗോ പ്രകാശനം ശ്രീ രവിശങ്കറിന് നൽകി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ബോധവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി അടുത്ത അധ്യയന വർഷം മുതൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി.